പ്രിയ സിംഹപൊട്ടി പ്രേക്ഷകരെ, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഒപ്പം കാന്താര സിനിമ 700 കോടി രൂപ പിന്നിട്ടു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്നത്തെ ദിവസത്തെ 700 കോടി രൂപ പിന്നിട്ടിരിക്കുന്ന സിനിമയാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ്റെ കാന്താര എന്ന് പറയുന്ന സിനിമ. കാന്താര പാർട്ട് 2 ആദ്യം റിലീസ് ചെയ്തു, പാർട്ട് 1 ഇപ്പോൾ റിലീസ് ചെയ്തു. ഞാൻ കാന്താര സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പടം 1000 കോടി ക്ലബിലോട്ട് കുതിക്കും. സാറ്റലൈറ്റ് അടക്കം 1000 കോടിക്ക് മുകളിൽ പോകാനാണ് ഇപ്പോഴുള്ള രീതിയിൽ സാധ്യത കാണുന്നത്. ഇത് ഒന്ന്. രണ്ടാമത്, ഈ പടം സൗത്ത് ഇന്ത്യൻ സ്ത്രീക്ക് വീണ്ടും ഒരു ബൂംബാസ്റ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. കാരണം അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി ലോകത്തോട്ട് വളരെ വൈഡായിട്ട് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലും. അത് വലിയൊരു ബിസിനസ്സായിട്ട് മാറുമെന്ന് ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പറയുന്നു. കാരണം ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷേ 690 കോടി കഴിഞ്ഞ് 700 കോടി രൂപയിലെത്തിയിരിക്കുന്ന ഈ കാന്താര സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും പടത്തിലെ ഋഷഭ് ഷെട്ടിക്കും പിന്നെ മറ്റെല്ലാവർക്കും, ടെക്നീഷ്യന്മാർക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ പുതിയ ഒരു രീതി അനുസരിച്ച് നമ്മളെ നാടിൻ്റെ പൾസറിഞ്ഞ് ഏത് തരം പ്രേക്ഷകരെ വാരിക്കൂട്ടി തിയേറ്ററിൽ കൊണ്ടുവരാം എന്ന് മുൻകൂട്ടി നല്ല ഭാവനയോടെ മനസ്സിലാക്കി കാന്താര പാർട്ട് 2 ചെയ്യുമ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കില്ല അദ്ദേഹത്തിൻ്റെ പ്ലാൻ. കാരണം അങ്ങനെ ഒരു വലിയ ഒരു രീതിയിൽ 450 കോടി രൂപ 16 കോടി രൂപ ഇറക്കിയിട്ട് പ്രേക്ഷകരിങ്ങനെ കളക്ട് ചെയ്യുമെന്ന് പുള്ളി ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പടം ആ രീതിയിൽ പുള്ളി ചെയ്തിട്ടുമുണ്ട്. രണ്ടാമത് കാന്താര 2, അതായത് കാന്താര 2 അല്ല, പാർട്ട് 1 തിയേറ്ററിലോട്ട് കൊണ്ടുവന്നപ്പോൾ അത് പ്രേക്ഷകരെ എങ്ങനെ ക്യാച്ചീവാക്കിയിട്ട്, അതായത് പ്രേക്ഷകരെ മാത്രം, അത് ഒരു വിഭാഗം പ്രേക്ഷകരുണ്ട്. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു 80-90% പ്രേക്ഷകരുടെയും മനസ്സിനെ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയിട്ട് അവരെ എങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് തിയേറ്ററിലോട്ട് കൊണ്ടുവന്ന് അത് നല്ല പണമാക്കി മാറ്റാം എന്ന് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റാണ് അത്. ഞാൻ ആ കാര്യത്തിൽ ഋഷഭ് ഷെട്ടിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് പ്ലാന് ഹെവി ലെവലിൽ പടത്തിൽ ആളെ കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റും എന്ന് സമൂഹത്തിൻ്റെ നിലവിലുള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ നന്നായിട്ട് പഠിച്ചിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അത് തിയേറ്ററിൽ കൊണ്ടുവരികയും അതൊരു വലിയ കളക്ഷനാക്കി മാറ്റുകയും അതൊരു വേൾഡ് വൈഡ് കളക്ഷനാക്കി മാറ്റുകയും ചെയ്യുന്ന ഋഷഭ് ഷെട്ടിയുടെ ആ മാർക്കറ്റിംഗ് ബ്രെയിൻ ഓഫ് ലെവലിന് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. 10-ൽ 10 സ്റ്റാർ കൊടുക്കുകയാണ്. 10-ൽ 10 സ്റ്റാർ കൊടുക്കുകയാണ്. പേഴ്സണലി സിനിമയ്ക്ക് എന്ത് കൊടുക്കുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ വട്ടപൂജ്യം തന്നെ കൊടുക്കുള്ളൂ കാന്താര പാർട്ട് 1-ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് എൻ്റെ അഭിപ്രായം മാത്രമല്ലേ, അതിൽ കാര്യമൊന്നുമില്ല. ഒരു ബിസിനസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ഗ്രോത്ത് കൊണ്ടുവരുന്നു. ഞാൻ ബിസിനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ ഗ്രോത്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഋഷഭ് ഷെട്ടി നന്നായിട്ട് വിജയിച്ചിരിക്കുന്നു. ആ ടീം നന്നായിട്ട് വിജയിക്കണം. അവർക്ക് 10-ൽ 10 മാർക്ക് കൊടുക്കുന്നു. അതാണ് പടം. പിന്നെ ഈ സിനിമയുടെ അതാണ് പറഞ്ഞത്. അല്ലാത്ത രീതിയിലാണ് ഞാൻ എൻ്റെ 0 പറഞ്ഞത് നേരത്തെയും പറയുന്നത് അത് തന്നെയാണ്. പടം 1000 കോടിയിലെത്തും അല്ലെങ്കിൽ എത്തട്ടെ എന്നൊക്കെ തന്നെയാണ് ഞാൻ അന്നും പറഞ്ഞത്, എത്തും എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ, അതല്ലല്ലോ വിഷയം. അപ്പോൾ എത്തിയവർക്ക് ഋഷഭ് ഷെട്ടിക്കും ടീമിനും നല്ല അഭിനന്ദനങ്ങൾ. ആ കാര്യത്തിൽ 10-ൽ 10 സ്റ്റാർ ഋഷഭ് ഷെട്ടി കൊടുക്കണം. അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എല്ലാം അറിഞ്ഞ് ചെയ്തതിന് കൊടുക്കുകയാണ്. പിന്നെ രണ്ടാമത്, ഈ സിനിമയെക്കുറിച്ച് ഒരു 2 മിനിറ്റ് കൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടി വീണ്ടും ഞാനൊന്നുകൂടെ പ്രേക്ഷകരുടെ അടുത്ത് പറയുകയാണ്. ഇതൊരു സിനിമയായിട്ട് കണ്ടാൽ മതിയെങ്കിൽ
ഞാനിതൊരു സിനിമയായിട്ട് ഇതിനെ കാണുന്നില്ല. കാരണം എനിക്കത് സിനിമയായിട്ട് തോന്നിയില്ല. അതാണ് വേറൊരു വിഷയം. അത് ഞാൻ എപ്പോഴും വീണ്ടും തുറന്നു പറയുന്നു. പിന്നെ മൂന്നാമത് അതിനോട് ചേർത്തിട്ടുള്ള മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, സമൂഹത്തിൽ എന്തുമാത്രം രീതിയിൽ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നാണ് ഈ സിനിമയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു പടം മൊത്തവും വിശ്വാസത്തെ ബന്ധപ്പെടുത്തി വിടുക, അത് എന്ത് പറയണത്, അതൊരു അന്ധമായ വിശ്വാസത്തെ, അന്ധവിശ്വാസം തന്നെ പറയേണ്ടി വരും. അത് അന്ധവിശ്വാസം തന്നെയാണ്. അതൊരു കുറച്ച് ആൾക്കാരുടെ വിശ്വാസമായിക്കോട്ടെ, അത് ഞാൻ അതിനൊന്നും എതിർക്കുന്നില്ല. ഞാൻ എതിർക്കുന്ന ആളുമല്ല. ഞാൻ നിങ്ങളുടെ മതത്തെയോ നിങ്ങളുടെ മതപരമായ കാര്യങ്ങളിലോ മതപരമായ ചടങ്ങുകളെ ഒന്നും ഞാൻ എതിർക്കാറില്ല. അതൊക്കെ നിങ്ങളുടെ കാര്യം മാത്രമാണ്. പക്ഷേ സിനിമ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, ഒരു സിനിമയെ ആസ്വദിക്കുന്നു എന്നുള്ള നിലയിൽ, ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ ഖണ്ഡിക്കുകയാണ്. ആ രീതിയിൽ ഈ സിനിമ പടച്ചു വിട്ടിരിക്കുന്ന എല്ലാം തന്നെയും, അതായത് ഒരു ശരാശരി മനുഷ്യരാണ് ലോകത്തുള്ള അധികവും, പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള ജനങ്ങളൊക്കെ 90% ശരാശരിക്ക് താഴെയാണ്. അത്തരം ആൾക്കാരെല്ലാം ഏതെങ്കിലും ഒന്നിൽ വല്ലാത്ത വിശ്വാസത്തിൽ അധിഷ്ഠിതരുമാണ്. ആ വിശ്വാസം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നന്നായിട്ടത് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് അവരെ വീണ്ടും അന്ധവിശ്വാസികളാക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിതൊരു സിനിമയല്ല എന്ന് പറഞ്ഞത്. സിനിമയുടെ കാഴ്ചപ്പാടിൽ കണ്ടാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അല്ലാത്ത രീതിയിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അനുസരിച്ച് ഈ സിനിമ ഇറക്കിയതിന് ബിഗ് സല്യൂട്ട്. 10 സ്റ്റാർ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് എൻ്റെ 2 മിനിറ്റുള്ള എൻ്റെ അഭിപ്രായമാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ 700 കോടി കടക്കുന്ന ടീമിനെല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നത്. ഈ പടത്തിലെ ആക്ഷനെ കുറിച്ച് പറഞ്ഞാൽ, അർജുൻ രാജാണ് ഈ പടത്തിൻ്റെ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇതിൽ ആക്ഷന് എത്ര മാർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ, എല്ലാവരും ഒരുപാട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം ഇതൊരു ഹെവി ലെവൽ സിനിമയാണ്. ഒരു ഹെവി ലെവൽ സിനിമയുടെ ആക്ഷൻ കോറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇതിലൊരു 10ൽ ഒരു 5 സ്റ്റാറിനപ്പുറം കൊടുക്കാൻ ഞാൻ കാണുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ ഉള്ള ഓരോ ഹെവി സിനിമകളുടെയൊക്കെ ആക്ഷൻ നിങ്ങൾ നോക്കി നോക്കൂ. ഒന്ന് സിനിമ, രണ്ടാമത് ഈ പടത്തിൽ വരുന്ന ഹെവി ലെവലിലോട്ടാണ് നമ്മുടെ ഋഷഭ് ഷെട്ടിയുടെ കഥാപാത്രം ചെല്ലുന്നത്. നമ്മുടെ കഥാപാത്രം ഒരു എനർജറ്റിക്കിലോട്ട് മാറുമ്പോൾ, സാധാ മനുഷ്യരിൽ നിന്ന് മറ്റൊരു എനർജറ്റിക്കിലോട്ട് മാറുമ്പോൾ പിന്നെ ബോഡിയിലോട്ട് ആവാഹിക്കുന്ന ഒരു പവറുണ്ട്. അത് കാന്താര 2-ലുണ്ടായിരുന്നു. പക്ഷേ ഈ കാന്താര 1-ലോട്ട് വന്നപ്പോൾ അങ്ങനൊരു ഫീല് എനിക്ക് തോന്നിയില്ല. ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ തോന്നില്ല. അങ്ങനെ ഒരു ആക്ഷൻ ലെവലില്ല. അത് ചെയ്തവരുടെ കുറ്റമാണോ ഋഷഭ് ഷെട്ടിയുടെ വിഷയമാണെന്ന് എനിക്ക് തോന്നില്ല. പടം എത്ര കോടി കളക്ട് ചെയ്യുന്നില്ല, അങ്ങനെ നോക്കിയാൽ എനിക്ക് തോന്നിയില്ല. എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്തുമില്ല. പടം നന്നായിട്ട് കളക്ട് ചെയ്യണമെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുമുണ്ട്, എനിക്ക് തോന്നിയില്ല എന്നുള്ളത്. അങ്ങനെ നോക്കിയാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 10ൽ 5 മാർക്ക്, 5 സ്റ്റാർ കൊടുക്കാം ആക്ഷൻ കൊറിയോഗ്രാഫിക്ക്. പിന്നെ എൻ്റെ ആർട്ട് ഡയറക്ഷൻ, ഭരണി ഗംഗപുത്ര, ഞാൻ പറഞ്ഞ അഡാർ ഫ്ലോപ്പ് ആർട്ട് ഡയറക്ഷനാണ് ഈ പടത്തിലുണ്ടായിരുന്നത്. കാരണം കാട്ടിനകത്ത് ഇട്ടിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റാണെന്ന് പടത്തിൻ്റെ ആദ്യത്തെ സീന് പോലെ ഫീൽ ചെയ്യും. അത്രയ്ക്ക് ആ ആർട്ട് ഡയറക്ഷൻ എനിക്ക് പരാജയമായിട്ട് തോന്നി. അവർ ഗ്രീൻ കളറൊക്കെ അടിച്ച് കൊടുത്തുവെങ്കിലും എന്തോ ഒരു ഹെവി രാജകൊട്ടാരം, ഒരു കോട്ട പഴയ കാലം കാണിക്കുന്നു. അതിന് കുറച്ചുകൂടെയൊക്കെ നീതി പുലർത്തായിരുന്നു. പിന്നെ ഇതിൽ യുദ്ധം ചെയ്യുമ്പോൾ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന നമ്മുടെ ഷീൽഡുകളൊക്കെ ഉണ്ട്. അയ്യോ, അതൊക്കെ കാർഡ്ബോർഡിലോ എന്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ സീനൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു അരാജകത്വമുണ്ട്. കാരണം അത് വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ സിനിമ കാണുന്നതുകൊണ്ടാണ്. ഈ കാന്താര സിനിമ കാണുന്നത് ഇപ്പോൾ ഈ പടം കണ്ട് ഹിറ്റടിപ്പിച്ച ഈ വലിയ കളക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിലും 80% പേര് വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നവരാണ്. അവർക്കിതൊന്നും മനസ്സിലാവില്ല. അവരെപ്പോഴും ദൈവീകതയുടെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പവറിൻ്റെ ഇമാജിനേഷനിലിരിക്കും. അവർക്ക് മറ്റൊന്നും ബാക്കി കാണൂല. ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക്, ഞാനിപ്പോഴും സിനിമാ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴും ഇതിനെ വിലയിരുത്തുന്നത്. ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ്റെ അടാർ പരാജയമാണ്. ഈ ഒരു 10ൽ 2 3 സ്റ്റാറിനപ്പുറം ഈ ആർട്ട് ഡയറക്ടർ കൊടുക്കാനില്ല. അത്ര പോർ.
അത്ര ബോറെന്ന് പറഞ്ഞാൽ അത്ര ബോർ. 125 കോടി രൂപ ചിലവാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഋഷഭ് ഷെട്ടിയുടെ പൈസയൊന്നും ഇല്ലാത്ത വരില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. 125 കോടി രൂപയിൽ 100 കോടി രൂപയും പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത്ര അത്ര ബോറായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ ആർട്ട് ഡയറക്ഷനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ, എങ്ങനെ സാധാ സിനിമയിലാണെങ്കിൽ ഞാൻ ഓക്കെ പറയും. ഇതൊരു ഹെവി ഫിലിമായിട്ട് കാണിച്ച് ഇത്രയും ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻസോ ഒരു 10ൽ 3 or 4 സ്റ്റാർ കൊടുക്കുക എന്നുള്ളതിനപ്പുറം കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മ്യൂസിക് അജനീഷ് ലോകനാഥ് പാർട്ട് 2-നെ അപേക്ഷിച്ച് പാർട്ട് 1-ന്റെ മ്യൂസിക് എനിക്ക് അരാജകത്വം ഫീൽ ചെയ്തു. കാരണം ദൈവികതയോടെ ഇയാൾ കിടന്ന് വിളിക്കുന്നതും പിന്നെ ഇതിൻ്റെ മറ്റ് മ്യൂസിക്കൊക്കെ ഈ മതമായിട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു മതങ്ങളിലും ഒരിടത്തും ഇപ്പം മൂർത്തിമാരെ ആവാഹിച്ചാലും കന്യമാരെ ആവാഹിച്ചാലും അസുരന്മാരെ ആവാഹിച്ചാലും ദേവഗണങ്ങളെ ആവാഹിച്ചാലും ഇനി ഇതിൽ നമ്മൾ ഈ പറയുന്ന 10,000 കണക്കിന് ദൈവങ്ങളിൽ അതിനെ ആയാലും സൈഡിലിരിക്കുന്ന ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റല്ലാതെ ഇരിക്കുന്നതിലോ കാട്ടിനകത്തിരിക്കുന്ന പല എന്തിനെയൊക്കെ ആവാഹിച്ചെടുത്താലും ഒരാളിൻ്റെ ബോഡിയിൽ വരുന്ന എനർജി ലെവലിൽ വരുമ്പോഴും ഇത്രയും നെഗറ്റീവായിട്ട് ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പാർട്ട് 2-ൽ വളരെ നന്നായിരുന്നു. പാർട്ട് 1-ൽ മാർക്കറ്റിംഗ് തന്ത്രത്തിന് വേണ്ടി ആളെ കൂട്ടാൻ കരുതി എന്തോ കാണിച്ചു വെച്ചിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ഷനും അതിൻ്റെ ഇതുമായിട്ട് തോന്നി എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ മ്യൂസിക് ഡയറക്ഷൻ 10ൽ 4 സ്റ്റാർ തരാം. അതാണ് അതിൻ്റെ ഒരു സിനിമയായിട്ട് തരാം. അതിനപ്പുറം എനിക്ക് ഈ പടത്തിലൊന്നും തോന്നിയില്ല. കാരണം ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ഇതിനകത്തൂടെ കയറി പറഞ്ഞത്. അതായത് ഇതിനകത്തൂടെ ഇത് പറയുന്ന ഏത് ദൈവങ്ങൾ ആവാഹിച്ച് പുറത്ത് വന്നാലും കാണിക്കുന്ന ഒരു എഫോർട്ട് ലെവല് എനിക്കെന്തോ അത് വളരെ ബോറായി തോന്നി. പിന്നെ രണ്ടാമത് ഇതിനകത്തൊരു ഹെവി BGM കൊടുക്കുമ്പോൾ ഈ കഥാപാത്രങ്ങളെ ഇയാൾ ഈ ബൂസ്റ്റിംഗ് വേണ്ട കഥാപാത്രത്തിൽ ഹെവി BGM കൊടുക്കുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രം തന്നെയും ഒരു ലോജിക്കില്ലാത്ത പോലെ പോകുമ്പോൾ നിങ്ങളുടെ BGM കൂടെ ചേർന്നപ്പോൾ ഒരു സിനിമ പോലെ ഞാൻ സിനിമയായിട്ടാണ് ഇതിനെ കണ്ടത് കേട്ടോ. ഞാൻ മറ്റേതോട്ട് എന്നെ പറയണില്ല, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അങ്ങനെ അതുകൊണ്ട് ചേർന്ന് വരുമ്പോൾ ഒക്കെ തിയേറ്ററിൽ ഇരുന്നപ്പോൾ എനിക്ക് അരാജകത്വം തോന്നി. അതുകൊണ്ട് 10ൽ 4 സ്റ്റാറിനപ്പുറം തരാനില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ്യൂം, പ്രഗതി ഷെട്ടിയുടെ കോസ്റ്റ്യൂം. പ്രഗതി ഷെട്ടി എടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ രാജകൊട്ടാരങ്ങളിലേക്ക് കോസ്റ്റ്യൂമൊക്കെ സ്ഥിരം ഈ പരിപാടിയൊക്കെ തന്നെയാണ്. ഏതെങ്കിലും ബാലയിലൊക്കെ കാണിക്കുന്ന പോലെ, ബാലേ പരിപാടികൾ പോലെ നമ്മൾ ബാലയിലൊക്കെ ഇടുന്ന ഡ്രസ്സുകളുണ്ട്. അവരിൽ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് അവർ ഇത്തരം ഡ്രസ്സുകളൊക്കെ എടുക്കുന്നത്. പിന്നെ ഈ പടയാളികളുടെയും രാജാക്കന്മാരുടെ സബിലിരിക്കുന്ന മന്ത്രിമാരെയൊക്കെ ഈ ഡ്രസ്സാണോ പ്രഗതി ഷെട്ടി? എനിക്കറിയില്ല കേട്ടോ. ഈ ബാലയിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ബാല് നടക്കുമ്പോൾ ഈ ബാലയിലാണ് ഈ ഡ്രസ്സൊക്കെ കണ്ടിട്ടുള്ളത്. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യായിരുന്നു. ഇതിലൊരു 10ൽ 5 സ്റ്റാറിനപ്പുറം ഈ ആർട്ട് ഡയറക്ഷന് തരാനില്ല. അത് ഞാൻ ഷോർട്ടാ പറഞ്ഞ് നിർത്തിയെന്നുള്ളേ ഉള്ളൂ. കൂടുതൽ അതിനെക്കുറിച്ച് പറയണില്ല. അതങ്ങനെ നിൽക്കട്ടെ. രണ്ടാമത് ഇതിൻ്റെ ഡോൺസ് കോറിയോഗ്രാഫി, ഭൂഷൺ മാസ്റ്റർ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അതിനകത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു നെഗറ്റീവ് പറയാനില്ല. കാരണം മ്യൂസിക് കൊടുക്കുന്നു, സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, പാട്ടെടുക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഡാൻസ് കോറിയോഗ്രാഫി പറഞ്ഞത്. അദ്ദേഹത്തിന് ചെയ്യാവുന്ന പരമാവധി ചെയ്തിട്ടുണ്ട്. 10ൽ 9 സ്റ്റാർ ധൈര്യമായിട്ട് കൊടുക്കാം. പിന്നെ വരുന്നത് ഇതിൻ്റെ ക്യാമറ, അരവിന്ദ് കശ്യപ്. ക്യാമറയും ഞാൻ ഒന്നും പറയണില്ല. ക്യാമറ അത്യാവശ്യം മോശമല്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവർ പറയുന്നതനുസരിച്ച് വർക്ക് ചെയ്യണേല്ലേ. 10ൽ 8 സ്റ്റാർ കൊടുക്കാം അരവിന്ദ് കശ്യപിന്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പറയുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ, ഋഷഭ് ഷെട്ടി നല്ല ബ്രെയിനുള്ള, മാർക്കറ്റൊക്കെ നല്ല സ്റ്റഡി ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സ്ക്രിപ്റ്റ് ചെയ്ത് സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷനൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് കൃത്യമായ പ്ലാനിങ് കൂടെ ചെയ്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിലുപരി അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്, അദ്ദേഹത്തിൻ്റെ ഐഡിയ സക്സസ് ആയിരിക്കണം. ആ ഐഡിയക്ക്
10ൽ 10 സ്റ്റാർ. പക്ഷേ ഇതൊരു മറ്റ് വിധത്തിൽ ഇതിനെ അതായത് പൊതുവെ ഇതിനകത്ത് പലപ്പോഴും ഈ മേധാവിത്വത്തിൻ്റെ പരകോടി കാണിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളെല്ലാം അടിയാളന്മാരാണെന്ന് എക്കാലം വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ പല ഇതിൻ്റെ മേധാവിത്വം അങ്ങനെ തന്നെയെന്ന് ഈ കാന്താര പാർട്ട് 2 അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇതിൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെതിരെ ഞാൻ ശക്തമായി വിയോജിച്ചു കൊണ്ട് തന്നെ പറയണ്. അങ്ങനെയുള്ള രീതിയിലൊരു സിനിമ അല്ലാതെ സിനിമയായിട്ട് ഞാനിതിനെ കണ്ടാൽ പോലും ഇതിൽ ടെക്നിക്കലായിട്ട് മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ അടിമകളായിട്ട് ഇരിക്കേണ്ടവരാണ് എന്ന് പറയുന്നില്ലേ എന്നെനിക്കൊരു താങ്കളുടെ സ്ക്രിപ്റ്റിൽ എനിക്ക് തോന്നുന്നു. പക്ഷെ പടം വിജയിച്ചൊന്നുമില്ല. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു സിനിമയായിട്ട് കാണുന്നുണ്ട്, കുഴപ്പമില്ല. ഋഷഭ് ഷെട്ടിയുടെ ഈ സ്ക്രിപ്റ്റിനെയൊക്കെ ഞാൻ 10ൽ 4 സ്റ്റാർ തന്നെ തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ മാർക്കറ്റിങ്ങിന് ഞാൻ 10ൽ 10 തന്നു, താങ്കളുടെ വർക്കും പ്ലാനിങ്ങും എല്ലാത്തിനും. പക്ഷെ ഇത് ഒരുതരം അന്ധവിശ്വാസത്തിൻ്റെ ക്രോഡീകരണത്തിന് തീജ്വാലയിൽ കടന്ന് കുളിക്കുന്ന കുറേ സമൂഹത്തെ സൃഷ്ടിക്കലല്ലേ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തെ വീണ്ടും ഊട്ടി ഉറപ്പിക്കലല്ലേ. അങ്ങനെയാണെങ്കിൽ ഋഷഭ് ഷെട്ടി താങ്കളും നാളെ അടിമയായിട്ട് തന്നെ ഇരിക്കും. ചില രാജാക്കന്മാർ പിന്നെയും വരുമല്ലോ. അപ്പോൾ താങ്കളും താങ്കളുടെ കുലമൊക്കെ അടിമയായിട്ട് തന്നെ ഇരിക്കും. അത് ഇനിയിപ്പോൾ കാന്താര പാർട്ട് 3 വരുമ്പോൾ തിരുത്തട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാത്ത രീതിയിൽ ഋഷഭ് ഷെട്ടിക്കും അഭിനന്ദനങ്ങൾ. പിന്നെ ഇല്ല ആക്ടേഴ്സ് സപ്തതി ഗൗഡ, മാനസി സുധീർ, ഋഷഭ് ഷെട്ടി, കിഷോർ, അച്യുത് കുമാർ, ശ്രീനാഥ് ഷെട്ടി, ഇങ്ങനെ തുടങ്ങുന്ന ഒരു താരനിരയാണ് ഈ പടത്തിലുള്ളത്. ഈ പടത്തിൽ ഒരു അരാജകത്വം തോന്നിയ ഒരു സീന് പറയാം. നമ്മുടെ രാജ്ഞി ഡാൻസ് കളിക്കുന്ന ഒരു സീനുണ്ട്. അവരെ ഭയങ്കരമായിട്ട് എല്ലാവരും പൊക്കുന്നുണ്ട്. അവരുടെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ്റെ വീരചരമം പ്രാപിച്ച സൈനിക ഉദ്യോഗസ്ഥൻ്റെ മകളാണ്. അവരെന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ലൈഫിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അവർ ഈ സിനിമയിലെല്ലാം നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു, ഇതൊരു ഹെവി ഫിലിമായിരുന്നു. ഈ ഫിലിമിൽ ആ ഡാൻസ് സീനിൽ നിങ്ങളെ നൃത്തം സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഭയങ്കര ബോറും, നിങ്ങളത് പഠിക്കാതെ ചെയ്തതിൻ്റെ അതൊരു രാജ്ഞിക്ക് ചേരുന്നതല്ല. ബാക്കിയെല്ലാം ക്ലോസപ്പ് ക്യാമറയിൽ നിങ്ങളെ ഷോട്ട് എടുത്ത് വിട്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ സ്കില്ല് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. നിങ്ങൾ മിടിക്കുകയാണ്, അതുകൊണ്ട് പറയണതാണ്. അല്ലാതെ നിങ്ങൾ കുറ്റം പറയുന്നതായിട്ട് കാണണ്ട. നിങ്ങൾ അത് തിരുത്തേണ്ടതുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അച്ഛൻ സൈനികനാണ്. അപ്പോൾ അച്ഛൻ സൈനികനായിട്ടുള്ള വീര്യത്തിൻ്റെ ഒരു 10 ഇരട്ടി ഇനിയും നിങ്ങളുടെ ബോഡിയിൽ ബാക്കിയുണ്ട്. അത് നിങ്ങൾ ശ്രമിച്ചാൽ പുറത്തു